നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം, എന്നാൽ വളരെയധികം ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമാണ് ഈ സൈഡ് ഡിഷ്. ഹായ് ഫ്രണ്ട്സ്, ഐ എം ധന്യ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ പയർത്തോരനാണ് തയ്യാറാക്കുന്നത്. പയർത്തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ അച്ചിങ്ങ പയർ, നമ്മുടെ നീളത്തിലുള്ള പയറുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15ഓളം പയറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വറവൊന്ന് താളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതവിടെ അരിഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ, അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പയറൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പയർ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതേസമയം തന്നെ നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ചെറിയുള്ളിയാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ചെറിയുള്ളി നന്നായിട്ട് വഴന്നിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ചെറിയുള്ളിയൊക്കെ ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴന്നിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്, ക്രഷ്ഡ് ചില്ലിയാണ്. അത് ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അധിക നേരം ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ആ വറുത്തെടുത്തത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് ക്രഷ് ചെയ്തെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ പയറിലൊക്കെ വെള്ളമൊക്കെ വറ്റി പയറൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിവിടെ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ വറ്റൽമുളകും ചെറിയുള്ളിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പയർത്തോരനാണ്. നമ്മൾ സ്ഥിരമായിട്ട് തയ്യാറാക്കുന്ന പയർത്തോരനിൽ നിന്നും വ്യത്യസ്തമായ ഒരു തോരനായിരിക്കും ഇത്. ടേസ്റ്റും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പയർത്തോരൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ചോറിന് നമുക്ക് മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇതുപോലെ ഒരു പയർത്തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.